ഡോക്ടർ റാമിനെതിരെ ഗുരുതര ആരോപണവുമായി മറ്റു വിദ്യാർത്ഥികളും രംഗത്തെത്തിയിട്ടുണ്ട്. വ്യക്തി അധിക്ഷേപം ക്ലാസ് മുറികളിൽ നടത്താറുണ്ടെന്നും ബോഡി ഷേമിംഗ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. നടപടിയെടുക്കും വരെ ക്ലാസ് ബഹിഷ്കരിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. കോളേജിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. KSU നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. SFI ഉടൻ പ്രതിഷേധ മാർച്ച് നടത്തും. വിവരങ്ങളുമായി സാന്ത്വന സാജു, അർജുൻ കല്യാട് എന്നിവരുണ്ട്. ആദ്യം അർജുൻ കല്യാണിലേക്കാണ്. അർജുൻ, വലിയ പ്രതിഷേധം കോളേജിന് മുന്നിലുണ്ട്. KSUയും SFIയും എല്ലാ തരം വിദ്യാർത്ഥി സംഘടനകളും അവിടേക്ക് എത്തുന്നു. ഇപ്പോൾ സർക്കാരെന്നും പ്രതിപക്ഷമെന്നുമില്ലാതെ എല്ലാവരും തന്നെ കോളേജ് അധികൃതരുടെ നടപടിയിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുകയാണ്. എന്താണ് ഇപ്പോൾ കോളേജിന് മുന്നിലെ കാഴ്ച? ഈ കോളേജ് അധികൃതർ ഈ അധ്യാപകരുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്ക് തയ്യാറാകുന്നുണ്ടോ, അതോ അധ്യാപകരെ ന്യായീകരിക്കുകയാണോ ഇപ്പോഴും? സ്മൃതി, കോളേജ് അധികാരികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണത്തിന് ഈ ഘട്ടം വരെയും തയ്യാറായിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുകയാണ്. അത് കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ഉയർത്തുകയാണ്. ഇവിടെ പഠിക്കുന്ന BDS വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതിപ്പോൾ യൂണിയന്റെ പ്രതിനിധി അമിതാണ് നമ്മളോടൊപ്പം ഉള്ളത്, യൂണിയന്റെ ജോയിന്റ് സെക്രട്ടറി. ഇപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളതാണ് നിങ്ങൾ കരുതുന്നത്? നമുക്കത് അറിയില്ല, നമുക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. നമ്മൾക്കുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയ പോലെ അതിനാണ് നമുക്കുള്ള ഇൻഫർമേഷൻ. അതായത് നമ്മുടെ ഒരു സഹപാഠി നമ്മുടെ കെട്ടിടത്തിന്റെ മുകളിൽ രീതിയിൽ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഈ പറയുന്ന ക്ലാസ് മുറികളിലൊക്കെ ബോഡി ഷേമിങ്ങും അത്തരത്തിലുള്ള വ്യക്തി അധിക്ഷേപങ്ങളൊക്കെ അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളത് അത് അങ്ങനെ തന്നെയാണ്. പല കുട്ടികളും നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യും യൂണിയൻ ഭാരവാഹി എന്ന രീതിയിൽ. അതെ, അത് വെർബലായിട്ട് ഇങ്ങനെ സാർ ക്ലാസ് മെൻ്റലി ആണെങ്കിലും നമ്മുടെ വെർബലി ആണെങ്കിലും അബ്യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഉള്ള കാര്യങ്ങളാണ്. അത് ഹറാസ്മെൻ്റ് അത് നടന്നിട്ടുണ്ട് എന്നുള്ളതും ഉള്ള കാര്യം തന്നെയാണ്. ഈ പറയുന്ന രീതിയിൽ ആളുകളൊക്കെ ഈ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന അനുഭവങ്ങളൊക്കെ ഈ പരാതിയായി ഇവരുടെ മുന്നിലേക്കൊക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ പോയിട്ടുണ്ടോ? ഇല്ലല്ല, നമുക്കൊരു ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളൊരു പരാതിയായിട്ട് ഇതുമായിട്ട് വന്നിട്ടില്ല, കംപ്ലൈൻ്റ് ആയിട്ട്. യൂണിയൻ എന്നുള്ള രീതിയിൽ ഈ പറയുന്ന അധ്യാപകരുടെ ശ്രദ്ധയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലേക്കോ ഒക്കെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്? അല്ല, അത് നമുക്കറിയില്ല. നമ്മുടെ യൂണിയൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അങ്ങനെ ഒരു ഇത് കൊടുക്കേണ്ടി വന്നു. നടക്കുന്നുണ്ട് എന്നുള്ളത് വിദ്യാർത്ഥികളൊക്കെ പറയാം. പരോക്ഷമായിട്ട് അത് നടക്കുന്നുണ്ടെന്ന് വിദ്യാർത്ഥികൾ വാക്കാൽ അല്ലെങ്കിൽ പറയുന്നുണ്ട്. ബോഡി ഷേമിംഗ് ഒക്കെ ഉണ്ടാവും. പ്രധാനമായും റാം എന്നുള്ള അധ്യാപകനാണ്. അതെ, റാം സാർ പുള്ളിക്കാരൻ ഇങ്ങനെ ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് അധിക്ഷേപിക്കാറുണ്ട്. ഇങ്ങനെ ഈ പറയുന്ന സമീപ ദിവസങ്ങളുണ്ടായ കാര്യങ്ങളൊന്നുമില്ല, തുടർച്ചയായി തന്നെ ഇത് ഉണ്ടാവാറ് കുറേ കാലമായി തുടരുന്ന കാര്യം. കുറച്ച് കാലങ്ങളായിട്ടുള്ളൊരു സംഭവം. മൂന്നാം വർഷം നമ്മുടെ ഫൈനൽ ഇയർ 3 വർഷവും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ? അതെ, നമ്മുടെ ശ്രദ്ധയിലുണ്ട്, നമ്മളത് കാണുന്നുണ്ട്. എന്തോ പരാതിപ്പെടാനൊക്കെ ഇതിനൊക്കെ നിങ്ങൾക്കൊക്കെ ഒരു ഭയം തോന്നാനുള്ള കാരണം അധ്യാപകരുടെ വന്നൊരു പ്രതികാരം ഉണ്ടാവുന്നുള്ള ഒരു ഇതുകൊണ്ടാണോ? അതല്ല, നമ്മളൊരു സ്റ്റുഡൻസ് യൂണിയൻ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അവർ നമ്മളോട് അപ്രോച്ച് ചെയ്യും എന്നുള്ളൊരു പേടി കൊണ്ട് തന്നെയാണ് ആരും ഇതിനെപ്പറ്റിയൊന്നും പുറത്ത് പറയാണ്ടിരിക്കുന്നത്. ഈ പറയുന്ന നിതിൻ്റെ വോയിസ് മെസ്സേജൊക്കെ കേട്ട് കാണുമല്ലോ, അതിനകത്തൊക്കെ ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത്ര അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, എനിക്കങ്ങനെ വല്ല അനുഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ അനുഭവമുള്ള സമാനമായിട്ടുള്ള കുട്ടികളുണ്ടാവാം. അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവം കുഴപ്പമില്ലായിരുന്നു. എന്തായാലും അത് തന്നെയാണ് ഇവിടെ നേരത്തെ തന്നെ പ്രതികരണം നടത്തിയിട്ടുള്ള ഒരുപാട് കുട്ടികളൊക്കെ ഇവിടെയുണ്ട്. എന്തായാലും ഇവരൊക്കെ പറയുന്നത് ആ തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് തന്നെയാണ് ഇവരുടെയൊക്കെ. റാഗിങ് ഉള്ളതായിട്ട് നമ്മളാണ് ഇവിടുത്തെ സ്റ്റുഡൻസ്. റാം സാർ എന്ന് പറയുന്നൊരു സാറ് മാത്രമല്ല, നമുക്ക് പുറത്തു തരാനുള്ള ആൾക്കാരുണ്ട്. സംഗീത എന്ന് പറയുന്ന ഒരു മാഡത്തിനെയൊക്കെ ഈ പരാതിയിൽ കുടുംബമൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ മാഡത്തിനൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടോ? ഇത്രയും ഒരു പ്രശ്നം വന്ന സംഗീത മാമിനെ കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായം പൊതുവേ ഇല്ല. കാരണം മാം നമ്മളെ റാം സാറിനെ കുറിച്ചുണ്ട്, പക്ഷെ സംഗീത മാമിനെ കുറിച്ച് അങ്ങനെ ഒരു പൊതു അഭിപ്രായം. വ്യക്തി അധിക്ഷേപമൊക്കെ ക്ലാസ് റൂമിലൊക്കെ നടക്കാറുണ്ട്? ഉണ്ട്, എന്തായാലും ഉണ്ട്. അങ്ങനെയൊക്കെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്. നിറത്തിന്റെയും സൈസിന്റെയും കളർ എല്ലാ പേരിലും ഉണ്ടായിട്ടുണ്ട്. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഇത്തരത്തിൽ ക്ലാസ് റൂമിലൊക്കെ പറയാറുണ്ടായിരുന്നു? അങ്ങനെ ഒരു ഇതുവരെ എൻ്റെ ഒരു ബാച്ചിൽ ഞാൻ അധ്യാപകരുടെ ഭാഗത്ത് അവർ ചെയ്യാൻ പാടില്ലാത്ത പ്രതികരണങ്ങൾ തീർച്ചയായും അവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അതെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഈ പരാതി പറയാനൊക്കെ സത്യത്തിൽ പേടിയുള്ളത് കൊണ്ടാണ്? അതെ, നമുക്ക് പേടിയുള്ളത് കൊണ്ട് തന്നെയാണ്. അതെ, നമ്മളിത് കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാലോ നമ്മൾ അതിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലോ മെയിനായിട്ട് ഇവർക്ക്
നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഇൻറ്റേർണൽ മാർക്സും നമ്മുടെ അറ്റൻഡൻസും വെച്ചിട്ടാണ്. നമുക്ക് അറ്റൻഡൻസ് തരില്ല, ഇൻറ്റേർണൽ മാർക്ക് കുറയ്ക്കും. നമ്മുടെ 6 മാസമാണ് എക്സാം എഴുതിയില്ലെങ്കിൽ പോകുന്നത്. ഇപ്പോൾ കറൻ്റ് നമ്മുടെ എക്സാം എഴുതിപ്പിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട് വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പം ഇവർക്ക് നമ്മളെ കറൻ്റ്ലി പിടിച്ചു വയ്ക്കാൻ പറ്റുന്നത് ഇൻറ്റേർണൽ മാർക്കും അറ്റൻഡൻസും വെച്ചിട്ടാണ്. അത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുമുണ്ട്. ഇതിൻ്റെ വോയിസ് മെസ്സേജിലൊക്കെ പറഞ്ഞ കാര്യം ഏറെക്കുറെ യാഥാർത്ഥ്യമാണ്. അതായത് ഈ പറയുന്ന ഇൻറ്റേർണൽ മാർക്കിൻ്റെ പ്രശ്നം, കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, അമ്മയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ക്ലാസ്സിലൊരു പരിഹസിക്കുക എന്ന് പറയുന്നത് അത്രമാത്രം വേദനയുള്ള കാര്യമാണ്. തീർച്ചയായും ഇതൊക്കെ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതൊന്നും ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻസിനോട് പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെ വളരെ നിങ്ങളുടെ ഇന്നത്തെ തീരുമാനം ഈ പറയുന്ന പോലെ നിങ്ങളുടെ ക്ലാസ് ബഹിഷ്കരിക്കുക. അതെ, നമ്മൾ സ്റ്റുഡൻസ് യൂണിയൻ്റെ തീരുമാനം എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് ഫൈനൽ ഇയേഴ്സ് വരെയുള്ള സ്റ്റുഡൻസിൻ്റെ കംപ്ലയിൻറ്റ്സ്, ഇതുവരെ നേരിട്ടിട്ടുള്ള ഹറാസ്മെൻറ്റ്സ് നമ്മളൊരു കംപ്ലയിൻ്റ് ആക്കിയിട്ട് നമ്മൾ ഹയർ അതോറിറ്റിക്ക് കൊടുക്കുകയാണ്. അതിനൊരു തീരുമാനം, ഇനി ബാക്കിയുള്ള ഫാക്കൽറ്റീസിൻ്റെ കാര്യത്തിലും ഒരു ആക്ഷൻ എടുക്കുന്നവരെ നമ്മൾ ക്ലാസ് ബോയ്ക്കോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ യൂണിയൻ്റെ തീരുമാനം. യൂണിയൻ എന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ യൂണിയനെ സമീപിക്കാനൊക്കെ ഏതെങ്കിലും വിദ്യാർത്ഥികൾ തയ്യാറായി? ഇതുവരെ നമ്മുടെ യൂണിയൻ്റെ അടുത്തോട്ട് ഇതുവരെ ഒരു കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും കംപ്ലയിൻറ്റ് റേസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായേനെ. പക്ഷേ അധ്യാപകരെതിരെ കൂടുതൽ പെൺകുട്ടികളും കൂടുതൽ വിദ്യാർത്ഥികളും അതിശക്തമായി തന്നെ പ്രതികരിക്കുന്നു. നേരത്തെ തന്നെ ഈ അധ്യാപകരെതിരെ നിരവധി പരാതികൾ ഉയർന്നിട്ടുള്ളതാണ് എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പ്രതികരണം. കാണാം. ഞങ്ങൾക്ക് എല്ലാവർക്കും അവൻ എന്തുകൊണ്ടാണ് മരിച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവിടെ ഈ കോളേജിൽ സ്റ്റാഫ് റാഗിങ് ഉണ്ട്. സ്റ്റാഫ് റാഗിങ് നിറത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ പുള്ളിക്കാരൻ ക്ലാസ്സിൽ വന്നിട്ട് എന്തായാലും നിറത്തിൻ്റെ പേരിൽ സംസാരിച്ചിട്ടുണ്ട്. പുള്ളി ഡയറക്റ്റ് ആയിട്ട് കാസ്റ്റിൻ്റെ കാര്യം അവനെ പറഞ്ഞിട്ടുണ്ടോ നമുക്കറിയില്ല. ബോഡി ഷെയ്മിങ് ഉറപ്പായിട്ടുണ്ട്. നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളതാണ്. ഞങ്ങളുടെ ബാച്ച്, നിങ്ങളുടെ ബാച്ചല്ലേ, റിട്ടൺ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഇവർ പറയുന്നത് നമുക്കറിയില്ല. റിട്ടൺ കംപ്ലൈൻറ്റ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന്, ഫയൽ ചെയ്യാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അക്കാഡമിക് ഡീനിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ കംപ്ലൈൻറ്റും കാര്യങ്ങളെല്ലാം. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെ കംപ്ലൈൻറ്റ് പോയിട്ടുണ്ട്. നമ്മൾ വിളിച്ചിട്ടുള്ള വാക്കുകളടക്കം എഴുതിയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്.